ലാൽസലാം ദൃശ്യം 3 ഇറങ്ങാൻ വെറും 6 ദിനങ്ങൾ മാത്രം. ഇതിനോടകം തന്നെ 12 കോടിയും കടന്ന് വേൾഡ് വൈഡ് കളക്ഷൻ മുന്നോട്ട് പോവുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 5 കോടിയും കടന്ന് സിനിമ കുതിച്ചുയരുകയാണ്. അതെ, ഈ ഒരു സിനിമ എല്ലാ റെക്കോർഡുകളും തീർക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ നമുക്കൊരു കാര്യം ഉറപ്പിക്കാൻ കഴിയുകയാണ്, ഈ ഒരു സിനിമ ഏറ്റവും കൂടുതലായി ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ സിനിമ പോസിറ്റീവ് വന്നാൽ സെറ്റ് ചെയ്യാൻ പോകുന്ന ബെഞ്ച് മാർക്കുകളുടെ ഒരു മാലപ്പടക്കം പോലെയുള്ള റെക്കോർഡുകളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. കേരള രാവിലെ 8 മണി തൊട്ട് ഷോസ് തുടങ്ങുന്നു എന്നുള്ളതാണ് ആദ്യ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായും 15 കോടിക്ക് മുകളിലായിരിക്കും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ സിനിമ നേടാൻ പോകുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ കഴിയും. അതുമാത്രമല്ല, ഒരു പക്ഷേ 20-ന് മുകളിലേക്ക് പോയാൽ അത്ഭുതപ്പെടാനുമില്ല. കേരളത്തിൽ നിന്ന് 1 കോടിക്ക് മുകളിൽ ആളുകൾ കാണുന്ന ഒരു ചിത്രം എന്നുള്ളതും കേരളത്തിൽ നിന്ന് 200 കോടിയോളം കളക്ട് ചെയ്യുന്ന ആദ്യ ചിത്രം എന്നുമുള്ളതായിരിക്കാം ഈ സിനിമ പോസിറ്റീവ് അടിച്ചാൽ വരാൻ പോകുന്നത്. വേൾഡ് വൈഡ് ആയിട്ടുള്ള ഓൾ ടൈം റെക്കോർഡുകൾ 500 കോടിയിലേക്ക് സിനിമ എത്തിപ്പെടണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായും എത്തിപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഓവർസീസിൽ നിന്ന് 7 മില്യന് മുകളിലുള്ള കളക്ഷൻ ഈ സിനിമ നേടുമെന്നുള്ള പ്രതീക്ഷയും UAE GCCയിൽ 12 മില്യൺ ഡോളറിന് മുകളിൽ കളക്ഷൻ നേടും എന്നുള്ള പ്രതീക്ഷയുമാണ്. ഓവർസീസിൽ നിന്ന് ഏകദേശം 25-30 മില്യൺ ആയിരിക്കാം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഒരു ഡീസൻറ്റ് സപ്പോർട്ട് ഉണ്ടാകും. കാരണം നമുക്കറിയാം, ഇതൊരു മലയാള സിനിമയാണ്, ഡബ്ഡ് വെർഷൻസ് മാത്രമായിരിക്കും, അതും എപ്പോഴൊക്കെയാണ് ഇറങ്ങുന്നതെന്ന് നമുക്ക് നോക്കേണ്ടി വരുന്നു. അങ്ങനെയാണെങ്കിൽ തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 50 കോടി തൂക്കും ഈ ഒരു ചിത്രം എന്നുള്ളതാണ്. എന്താണെങ്കിലും ഇങ്ങനെയാണ് ഒരു പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ ഈ ഒരു സിനിമയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്ന മിനിമം കാര്യം അതല്ല. ഇനി സിനിമ അത്ര പോസിറ്റീവ് ഒന്നുമല്ല, ഒരു ആവറേജ് ആണെങ്കിൽ തീർച്ചയായും ഇതൊരു 250 കോടിക്ക് മുകളിൽ പോകും. അതിൻ്റെ പേര് ഒറ്റ കാര്യമേ ഉള്ളൂ, മോഹൻലാൽ എന്നുള്ള പേര് തന്നെ. എന്ത് തന്നെയാണെങ്കിലും സിനിമയ്ക്ക് ആദ്യ ദിനം 50 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ ഉണ്ടാകും. ആദ്യ 3 ദിവസം കൊണ്ട് സിനിമ 100 കോടിക്ക് മുകളിലുണ്ടാകും. അതുമാത്രമല്ല, സിനിമയുടെ ഫൈനൽ ഏറ്റവും ലോവസ്റ്റ് വന്നാൽ പോലും 250 കോടിയായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് പറയാം. ഇവിടെ എല്ലാ സ്ഥലത്തും ബുക്കിംഗ് ഭയങ്കരമായി കൂടുന്നു. എറണാകുളം നമുക്ക് നോക്കുകയാണെങ്കിൽ 240-ന് മുകളിലുള്ള ഷോകളാണ്. ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെ പോകുന്നു. ഈ 6 ദിവസങ്ങളിലും ഇനിയും തിയേറ്ററുകൾ ചാർട്ട് ചെയ്യപ്പെടാനുണ്ട് എന്നുള്ളത് തന്നെയാണ്. ജർമ്മനിയിൽ ഗംഭീരമായിട്ടുള്ള ആ ഒരു റിലീസിനൊരുങ്ങുന്നു. UK, USA, KSA എന്ന് വേണ്ട എല്ലാ സ്ഥലങ്ങളിലും അമ്മാതിരി കൊടൂരമായിട്ടുള്ള ഒരു റിലീസ് തന്നെയാണ്. ഇപ്പോൾ മണിക്കൂറിൽ 1500-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. 5 ദിവസം, ആ 4-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലാൽസലാം.